സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് മലയോര മേഖല. വന്യജീവി പ്രശ്നത്തിന് പ്രതിരോധ നടപടികൾ, നാണ്യവിളകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പാക്കേജ് എന്നിവയാണ് പ്രധാന ആവശ്യം. റബ്ബറിന് 300 രൂപ താങ്ങുവില പ്രഖ്യാപിക്കുന്നതും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് KSRTC സർവീസുകളും പ്രതീക്ഷിക്കുകയാണ് മലയോര മേഖല. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തികഞ്ഞ പ്രതീക്ഷയിലാണ് മലയോര മേഖല. കൃഷിനാശത്തിനും മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യജീവി പ്രശ്നത്തിനും പരിഹാരമാർഗ്ഗങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാനുള്ള സർക്കാർ നടപടികളെ മലയോര മേഖല സ്വാഗതം ചെയ്യുന്നു. കൃഷിക്ക് പ്രത്യേക പാക്കേജും മലയോര ജനത ആഗ്രഹിക്കുന്നുണ്ട്. നാണ്യവിളകൾക്ക് പരിഗണന, വിലയിടിവും കരിഞ്ചന്തയും തടയാൻ പദ്ധതികളും ബജറ്റിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. റബ്ബർ വില ആദ്യ ബജറ്റിൽ തന്നെ 250 രൂപയാക്കുമെന്ന് നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനവും പ്രതീക്ഷ പകരുന്നതാണ്. നിലവിൽ 250 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സാഹചര്യത്തിൽ താങ്ങുവില 300 രൂപയായി പ്രഖ്യാപിക്കുമെന്നാണ് കർഷക സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്. തോട്ടം തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജും പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളത്തെ ഭരണം കൊണ്ടോ തികച്ചും തകർന്നു കിടക്കുക, അതിനൊരു മാറ്റം ഉണ്ടാകണം. കർഷകർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. കാർഷിക ബജറ്റ് പ്രഖ്യാപിച്ചാൽ പോലും അത് സ്വാഗതാർഹമാണ്. കേരളത്തിലെ കർഷകർ ആഗ്രഹിക്കുന്നതാണ് കാർഷിക ബജറ്റ്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ പ്രയോജനം മലയോര മേഖലയ്ക്ക് കൂടി ലഭ്യമാക്കണം. അതിനായി കൂടുതൽ സർവീസുകൾ മലയോര മേഖലയിലേക്ക് പ്രഖ്യാപിക്കുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. മീഡിയ 1 കോട്ടയം.